ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. നമ്മൾ വേറെ എങ്ങുമല്ല, നമ്മളിവിടെ ബാംഗ്ലൂരിലാണല്ലോ. അപ്പം ഇവിടെ ശിവാജി നഗറിൽ ഒരു ചർച്ചുണ്ട്, സാരി മാതാവിൻ്റെ ചർച്ച്. നമ്മളിന്ന് അവിടേട്ടാണ് പോകുന്നത്. ഒരു ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ നമുക്ക് ചർച്ചിൽ പോയിട്ട് നമ്മൾ കുറേ ആയി നമ്മൾ പോയിട്ട്. അപ്പം പിന്നെ നമ്മൾ അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും വായോ പോവാം. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി താഴോട്ട് പോവാണ് കേട്ടോ. നമ്മളാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വന്ന് കയറി ഗൈസ്. ഓട്ടോക്കാരൻ കുറച്ച് നേരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തായിരുന്നു. പാവം ചേട്ടനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് നമ്മൾ ഓട്ടോയിൽ പോവുകയാണേ. നമ്മൾ ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അവിടുന്ന് നമ്മൾ മെട്രോയിൽ കയറിയാണ് ശിവാജി നഗറിലോട്ട് പോകുന്നത്. ശിവാജി നഗറിലോട്ട് ഡയറക്റ്റ് ഇല്ല, നമ്മൾ കബോൺ പാർക്കിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, വായോ. ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡിലൊക്കെ പശുക്കളൊക്കെ നിൽക്കുന്നത്. അതും കയറൊന്നുമില്ല, കെട്ടഴിച്ച് അങ്ങ് വിട്ടേക്കുക. അതുങ്ങൾ വൈകുന്നേരം ആകുമ്പം കറക്റ്റ് അതുങ്ങളുടെ വീട്ടിൽ ചെന്നോളൂ. ആരും പുറകെ നടന്ന് കൂട്ടിക്കൊണ്ട് വരുമോ, കയറും വടിയും ഒന്നും വേണ്ട. ഇത് കണ്ടോ, ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര എന്താ പറയുക, ശൂന്യമായിട്ട് കിടക്കുന്നു റോഡൊക്കെ. ആളേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ സൂചി കുത്താൻ സ്ഥലം കാണത്തില്ല, അങ്ങനെ വണ്ടികളായിരിക്കും. ഓണടിയും. എൻ്റെ അമ്മോ, പറ്റത്തില്ല പോകാനായിട്ട്, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ അങ്ങ് തള്ളി കയറി പോകാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടോട്ട് പോവാണേ, ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പം നമ്മൾ എസ്കലേറ്ററിൽ കയറി പോവാണേ. ഫസ്റ്റൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഈ സാധനത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. വീഴുവോ, അല്ലെങ്കിൽ ഷോക്ക് അടിക്കുമോ, അല്ലെങ്കിൽ താഴോട്ട് പോവോ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നോ? അങ്ങനെ ചേട്ടനെ പറഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടോട്ട് വിട്ടിട്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് മാറി ഒരു മൂലയിലോട്ട് അങ്ങ് നിന്ന്. നമ്മുടെ മെയിൻ ലക്ഷ്യം അതാണല്ലോ. എവിടെയെങ്കിലും പുറത്ത് പോയാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. പിന്നെ ഈ ഒരു സാധനം, ഇതാണ് മെയിൻ സാധനം മെട്രോയുടെ. ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാനും പറ്റത്തില്ല, എൻട്രി ആവാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഒരു ഫ്ലോർ മേലോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ മെട്രോ ജസ്റ്റ് മിസ്സിന് ഒരെണ്ണം പോയി. പിന്നെ നമ്മൾക്ക് കുറച്ച് നേരം അവിടെ എല്ലാം എന്താ പറയുക, ഇരിക്കാൻ ചെയറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല നീറ്റാണ് കാണാൻ, നല്ല വൃത്തിയാണ്, ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ അവിടെ പോയിരുന്നിട്ട് ഞാൻ എപ്പോഴും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ആ സ്ഥലത്തോട്ട് അങ്ങോട്ടങ്ങ് പോകും കേട്ടോ. എനിക്ക് അവിടെ പോയിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ മെട്രോ ഇപ്പം 5 മണി ആക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ 7 മണി അല്ലായിരുന്നോ? ഇപ്പം അത് 5 മണി ആക്കിയിട്ടുണ്ട്. രാവിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം പറഞ്ഞു ദേണ്ട നമ്മുടെ അണ്ണൻ എത്തിയിട്ടുണ്ട്. അകത്തിരിക്കുന്ന ആൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? നിങ്ങളിപ്പം പറയും നമ്മളെവിടെ പോകുന്നു, ശിവാജി നഗർ. അല്ല, നമ്മൾ മജസ്റ്റിക്കിൽ പോയിട്ട് ഇറങ്ങണം. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയിരുന്നു. എനിക്കിങ്ങനെ മെട്രോയിൽ കയറിയാലുണ്ടല്ലോ, നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കാം, എന്തോ ഗ്ലാസ്സിൽ കൂടെ പുറത്തോട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാര്യം പറഞ്ഞ് നമ്മളിപ്പോൾ മജസ്റ്റിക്കിലെത്തി ഗൈസ്. ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട് കേട്ടോ, കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ വൈറ്റ് ഫീൽഡിലോട്ട് പോകുന്ന മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് വേറെ ഫ്ലോറിലോട്ട് പോകണം. ഈ ഫ്ലോറിലല്ല ആ മെട്രോ വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്, കണ്ടില്ലേ. ഞാൻ പിന്നെ ഒത്തിരി പൊക്കി വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ ഫേസൊക്കെ അതിനകത്ത് ഇതാവത്തില്ല, അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലേ, നമ്മളിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ട്. ചേട്ടൻ എന്നെ പിടിച്ച് വലിച്ചോണ്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ചെല്ലുകയും ഒരു മെട്രോ എടുക്കാൻ പോകുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ചാടി വലിഞ്ഞ് അതിനകത്ത് കയറി. അങ്ങനെ അവിടുന്നും വന്നിറങ്ങി നമ്മൾ പിന്നെ ഒരു എസ്കലേറ്ററിൽ കയറി. നമ്മൾ പിന്നെ എക്സിറ്റ് ആവാൻ പോവാണേ. കാരണം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആയാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂള്ളടാ. പിന്നെ അപ്പോഴത്തേക്ക് അത് കണ്ടോ, നമ്മൾ ആ കോയിൻ പോലത്തെ ഒരു സാധനം നമുക്ക് തന്നില്ല. അത് അതിനകത്ത് ഇടുമ്പോഴത്തേക്കും അത് നമുക്ക് ഓപ്പൺ ആയി തരും. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആവില്ലടാ, അതങ്ങനെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലിറങ്ങി നമ്മളിപ്പോൾ പുറത്തോട്ട് പോവാണ് കേട്ടോ. ഇവിടെ അതൊരു കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എക്സിറ്റ് പല സൈഡിലോട്ടുണ്ട്. ഏതെങ്കിലും നമ്മൾക്ക് തെറ്റി വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങിയാൽ നമ്മൾ കുറച്ച് കറങ്ങും. അപ്പം നമ്മൾ ഡൗട്ടുള്ളവർ ചോദിച്ചിട്ട് എക്സിറ്റ് ആവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നടക്കുന്നുണ്ടോ, ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോകാൻ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു 50 രൂപ അല്ലെ, ഒരു 50 ഇല്ല, 30-40 നടക്കാനാണെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു 9 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാമല്ലേ എത്ര രൂപ വേണ്ടി വരുമെന്ന്. അപ്പം നമ്മൾ ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, അയാൾ പറയാം
100 രൂപ 100 രൂപ തന്നാൽ കൊണ്ടുവിടാമെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട ചേട്ടാ നമുക്ക് നടക്കാം, 100 രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചിരിക്കുന്ന കണ്ടോ? ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നടന്നോ, ഒന്നെങ്കിൽ ആരെങ്കിലും നിന്നെ തട്ടി താഴെ ഇടും, അല്ലെങ്കിൽ നിൻ്റെ ഇത് ഫോണും പിടിച്ചുകൊണ്ട് പോകും, പിടിച്ച് പറിച്ച് ഓടുപടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത്. ഇത് നമ്മുടെ എന്താ പറയുക ശിവാജി നഗറിലെ ബസ് സ്റ്റാൻഡ് കേട്ടോ. വലിയ ബസ് സ്റ്റാൻഡ്. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയതാണ്. നമ്മുടെ ചർച്ച് കാണുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങ് ദൂരെ ദൂരെ. പിന്നെ നമ്മൾ ക്ഷീണം കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചത് കേട്ടോ. നിങ്ങൾ ആ ഗ്ലാസ്സിൽ ശ്രദ്ധിച്ചോ ഗൈസ്? എൻ്റെ ലിപ്സ്റ്റിക്കാണ് ആ ഗ്ലാസ് നിറയെ. പിന്നെ മഴയായത് കാരണം ഇവിടെ എല്ലാം ഒരുമാതിരി എന്താ പറയുക ഒരു അളിപുളിയായി കിടക്കുവാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ചർച്ചിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് ചർച്ച്. വലിയ ചർച്ചാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ചർച്ചാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആളുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത് ആൾ കുറവാണെന്ന്. ഇത് നമ്മൾ 2 മെഴുകുതിരി വാങ്ങിച്ചായിരുന്നു കേട്ടോ, മഞ്ഞ കളറിൽ. ഇന്ന് മഞ്ഞ കളറിലാണ് കിട്ടിയത്. നല്ല രസമില്ലേ? 20 രൂപയുള്ളൂ. കുറച്ചൊരു ചെറിയൊരു പൂമാലയും കിട്ടും. ആ 2 മെഴുകുതിരിയും കൂടെ വെറും 20 രൂപയുള്ളൂ കേട്ടോ. അത് നമ്മൾ ആ നേരെ കാണുന്ന ഫസ്റ്റ് കയറി വരുന്നിടത്താണ് ഈ ചെറിയ മാതാവിൻ്റെ രൂപം ഇരിക്കുന്നത്. അവിടെ നമ്മൾ കത്തിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ. നോർമലി എല്ലാവരും ഇവിടെയാണ് കത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടേ, ഇതാണ് നമ്മുടെ സാരി മാതാവ്. ഈ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് അറിയില്ല അതെന്താണ് ആ ഒരു ഫീൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്താ പറയുക മാതാവിലൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ വരണം. അങ്ങനെ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങൾ നോക്കിക്കുക. പട്ടുസാരി ഉടുത്ത മാതാവും നല്ല അടിപൊളി ഫ്രോക്കൊക്കെ ഇട്ട ഉണ്ണീഷ്. അത് 2 പേർക്ക് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും അവർ ഇടിപ്പിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ കുറേ ഉണ്ട് കേട്ടോ. 4 ചുറ്റും നടക്കാനും ഇരിക്കാനും ഒക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് മെയിൻ ചർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ 3 സൈഡ് ലെഫ്റ്റിലും റൈറ്റിലും പിന്നെ സെൻറ്ററിലുമായിട്ട് ഇരിക്കാനാണ് ഇങ്ങനെ ബെഞ്ചുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അത് നമുക്ക് കാല് വേദനിക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു കുഷ്യൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നല്ല സെറ്റപ്പാണ്. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ, നാട്ടിലെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. നമ്മളിവിടെ ഇരുന്നാൽ തന്നെ എന്താ പറയുക കുറച്ച് മനസ്സിനൊരു സമാധാനം, ഒരു എന്താ പറയുക നമ്മുടെ മനസ്സൊന്ന് എല്ലാം ഒന്ന് ഫ്രഷ് ആവും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് വെളിയിലിറങ്ങിയിട്ട് നമ്മളതിനും പോവാം. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ചില സമയം ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. ഓരോരുത്തർ നേർച്ചയൊക്കെ ആയിട്ട് ബണ്ണൊക്കെ കൊടുക്കും. ചിലപ്പോൾ ബണ്ണായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആയിരിക്കും. ഇതാ ചർച്ചിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര ഫോട്ടോ സെക്ഷനാണ്. അപ്പം ഇതാണ് മെയിൻ ചർച്ച് എന്ന് പറയുന്നത്. ദാണ്ടടാ ഒരുപാട് പേര് ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ എന്നെ എപ്പോഴും വഴക്ക് അറിയും ഫോട്ടോസും വീഡിയോസും എടുത്ത് എവിടെയെങ്കിലും തട്ടി വീടരുന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടോ മാതാവിൻ്റെ മടിയിൽ യേശോപ്പച്ചൻ കിടക്കുന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാടാ. ഒരു പ്രതിമയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കടം വരത്തില്ല. പാവം ഒരു അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പാവം അമ്മച്ചിയുടെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വിശപ്പ്. ചേട്ടൻ എനിക്കൊരു മസാലപ്പൂരി വാങ്ങിച്ചു തന്നു. 3/4 ചേട്ടനാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ മലയാളീസിൻ്റെ വികാരപരമായ ഒരു ആഹാരം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? പഴംപൊരി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടുമോ? അപ്പം ഒന്നും നോക്കിയില്ല, ഒരെണ്ണം ഇങ്ങ് ചാമ്പി. അത് കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ വാങ്ങിച്ചു. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട ചായ കുടിച്ചില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ച് നമ്മുടെ എന്താ പറയുക കബോൺ പാർക്ക് മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ് എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിരം പരിപാടി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇവിടോട്ട് പോയി. എവിടെ പോയി? ചേട്ടൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടോട്ട് പോയി. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കും. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ചേട്ടൻ നിന്ന് ഭയങ്കര പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി. ഓപ്പോസിറ്റ് സൈഡിൽ മെട്രോ വന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലടാ. എന്താണെന്നറിയത്തില്ല, തിരക്കേ ഇല്ല. നിങ്ങൾ ഓർക്കും ഞാൻ എത്ര വട്ടം ഈ തിരക്കില്ല എന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ സാധാരണ നമ്മൾ എന്തായാലും മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വരാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലടാ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത്രയും ഫ്രീ ആയിട്ട് ഇവിടെ എല്ലാം കിടക്കുന്നത് കണ്ടിട്ടില്ല. എല്ലാം തിക്ക് തിരഞ്ഞ് ഇടിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി കേട്ടോ. മെട്രോയിൽ കയറി വീഡിയോ ഞാൻ എടുത്തില്ല, കയറി. പക്ഷെ നമുക്ക് സീറ്റ് കിട്ടിയില്ല. വലിയ തിരക്കില്ല, പക്ഷെ സീറ്റ് കിട്ടിയില്ല.
അങ്ങനെ നമ്മൾ ഇപ്പം നമ്മളിവിടെ പോവാണ്. ഇപ്പം നമ്മളിനി മജസ്റ്റിക്ക് പോയിട്ട് സെയിം ഇങ്ങോട്ട് എങ്ങനെ വന്നോ അതേപോലെ തന്നെ മജസ്റ്റിക്ക് ചെല്ലണം. നമ്മൾ ദാസറഹള്ളിയിലോട്ടുള്ള വേറെ മെട്രോ കയറണം. എന്നിട്ട് വേണം നമ്മൾക്ക് സ്ഥലത്തോട്ട് വരാനായിട്ട്. ഇവിടെ കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. വലിയ വലിയ കെട്ടിടങ്ങളും അതിൻ്റെ ഇടയിലായിട്ട് നല്ല പച്ചപ്പ് മരങ്ങൾ നല്ല എന്താ പറയുക, പൂവുള്ള മരങ്ങളുണ്ട് കേട്ടോ. വലിയ മരമായിരിക്കുമേ, തണൽ മരങ്ങൾ. അത് നന്നായിട്ട് നല്ല വേനൽ സമയത്തുണ്ടല്ലോ നന്നായിട്ട് പൂക്കുകയും ചെയ്യും. നല്ല രസമാണ് കാണാനായിട്ട്. ഇതേതാ മെട്രോ സ്റ്റേഷൻ? ഇതാണ് നമ്മുടെ ഗുരുകുണ്ടപ്പാളയം മെട്രോ സ്റ്റേഷൻ. ഇവിടെ അടുത്താണ് നമ്മുടെ പീപ്പിൾ ട്രീ, സ്പർശ്, ഇവിടെ അടുത്താണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഇത് നമ്മുടെ ഗുരുകുണ്ടപ്പാളയാണ് കേട്ടോ. അവിടെ എത്തി. പിന്നുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു എന്താ പറയുക, പുറത്തൊക്കെ പോകണോടാ, അല്ലെങ്കിലാണെങ്കിൽ എന്താ പറയുക, ഒരു രസം ഉണ്ടാകത്തില്ല. വെറുതെ എപ്പോഴും ജോലി, അല്ലെങ്കിൽ ജോലി, വീട്ടു ജോലി, അല്ലെങ്കിൽ അല്ലാത്ത പണികൾ, അതൊക്കെ ചെയ്തിരുന്നാൽ എങ്ങനെ ശരിയാവും? നമ്മൾ വെറുതെ വലിയതായിട്ടൊന്നും ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിലും വെറുതെ നമ്മൾ മെട്രോയിലൊക്കെ കയറി, അല്ല മെട്രോയിലോ ബസ്സിലോ ഓട്ടോയിലോ ട്രെയിനിലോ ഒക്കെ കയറി എവിടെയെങ്കിലുമൊക്കെ ചെറിയ യാത്രകളായാലും ചെയ്യുന്നത് നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആവാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളതൊക്കെ മറക്കുമെടാ. നമുക്കൊരു സന്തോഷം വരും. നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നമ്മൾ കുറച്ച് മറക്കും. അതൊക്കെ നല്ല രസം. എന്താ പറയുക, നമ്മുടെ മുഖത്തൊരു ചിരി വരും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ കാര്യം പറഞ്ഞ് നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ മെട്രോയിൽ കയറിയിട്ടുണ്ടോ? ഞാനാണെങ്കിൽ ഈ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് കേട്ടോ മെട്രോയിലൊക്കെ കയറുന്നത്. അതിന് മുമ്പ് ഞാൻ മെട്രോയിലൊന്നും കയറിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു നാട്ടിലൊക്കെ വന്നത്. അങ്ങനെ കാര്യം പറഞ്ഞ് നമ്മുടെ ദാസരഹള്ളി മെട്രോ സ്റ്റേഷനിൽ എത്തി ഗൈസ്. ഇനി നേരെ വേറെ എങ്ങോട്ടുമല്ല, ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഫുഡ് അടിക്കാനായിരിക്കും പോവുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. വിശന്ന് കുരുപെട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ആകെ ആ മസാലപ്പൂരിയും ചായയും പഴംപൊരിയും കഴിച്ചുള്ളൂ. ഉച്ചയ്ക്ക് വേറെ ഒന്നും കഴിച്ചില്ല. കാരണം അവിടെ അടുത്തൊന്നും മലയാളീസിൻ്റെ ഹോട്ടൽ ഇല്ലാത്ത കാരണം നമ്മൾ കഴിച്ചില്ല. ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കന്നഡ ഹോട്ടലിൽ കയറി അന്ന സാമ്പാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പറ്റൂല. എനിക്ക് ഏതെങ്കിലും മലയാളീസിൻ്റെ ഹോട്ടലിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഞങ്ങൾ പോയിട്ടൊരു വഹയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ആ റൈസാണെങ്കിൽ വെന്തിട്ടും ഇല്ല, ചിക്കനും കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി. നമ്മൾ ഒലയെ വിളിച്ചേ പോകാറുള്ളൂ. അല്ലാതെ നമ്മൾ ഓട്ടോ വിളിച്ച് ഭയങ്കര ചാർജ് ചെയ്യൂലേ. അതുകൊണ്ട് നമ്മൾ ഒലയെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ചാർജല്ലേ പറയാൻ പറ്റത്തുള്ളൂ അവർക്ക്. അങ്ങനെ രാത്രിയായി ഗൈസ്. ഉച്ചയ്ക്ക് പോയതാ, തിരിച്ച് വരുന്ന കണ്ടില്ലേ രാത്രിയായി. ശരിക്കും കാണുന്നുണ്ടോ നിങ്ങൾ? ചേട്ടനാണ് ഭയങ്കര തിരക്കില്ല. കാരണം ചേട്ടനാണെങ്കിൽ കളക്ഷനൊക്കെ പോകേണ്ട സമയം. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. നമ്മുടെ റൂമിലെത്തി നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. നമ്മുടെ റൂം സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ നാടകം. ഞാൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നെ ഒന്ന് എടുത്തോണം. അങ്ങനെ ചേട്ടൻ എന്നെ ആട്ട് വിട്ടു ഗൈസ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.